ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിൻ്റെ ഒന്നാമത്തെ പാഠത്തിൻ്റെ ബാക്കിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പാഠത്തിൻ്റെ പേരെല്ലാവർക്കും ഓർമ്മയില്ലേ? പാഠത്തിൻ്റെ പേര് ഗിടുക്കി എന്ന് പറഞ്ഞാൽ ജനൽ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. അതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ഭാഗം ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ഒരു ട്രെയിൻ യാത്രയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഹോഷിയാപൂരിൽ നിന്നും വിവാഹക്ഷണം വന്നതിനെ തുടർന്ന് ഇവർ അവിടേക്ക് പോവുകയാണ്. ട്രെയിനിൽ സീറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഏകദേശം 8 മണിക്കൂർ യാത്ര ചെയ്യണം. യാത്ര ആരംഭിക്കുന്നത് ദില്ലിയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഈ കത്ത് ഡയറിയെല്ലാം വരുന്ന സമയത്ത് നമുക്ക് ഏതായിരിക്കും നമ്മൾ സ്ഥലം എഴുതേണ്ടത്? ദില്ലി. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അവരങ്ങനെ പോകുന്ന സമയത്ത് അവർ ട്രെയിൻ മാർഗമാണ് എവിടേക്ക് പോകുന്നത്? ഹോഷിയാപൂരിലേക്ക് പോകുന്നത്. അങ്ങനെ അവർ ട്രെയിനിൽ കയറി ഇരുന്നൊരു ചിത്രമാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ കയറിയിരുന്നു. അവരുടെ ബാഗെല്ലാം അവർ സീറ്റിൻ്റെ ഉള്ളിലായിട്ടും അങ്ങനെയെല്ലാം മുകളിലായിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾ വിൻഡോ സീറ്റ് തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അവർ ട്രെയിനിൽ കയറുന്നതും അവർക്ക് എവിടെയാണ് പോകേണ്ടതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് പോകുന്നത്. കാരണം ആ ഒരു മഞ്ഞ് സമയമായതുകൊണ്ട് തന്നെ ഓൾറെഡി തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ AC ബുക്ക് ചെയ്യേണ്ട എന്ന തീരുമാനത്തിലെത്തുകയും അവർ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്യുകയും യാതൊരുവിധ പ്രശ്നമില്ലാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു. അവർ ട്രെയിനിൽ കയറി ഇരുന്ന് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ച് അവരുടെ യാത്ര തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ അവർ പോകുന്ന സ്ഥലം ഒന്നുകൂടി ഓർത്ത് വെക്കുക. ഹോഷിയാപൂരിലേക്കാണ് അവർ യാത്ര പോകുന്നത്. 8 മണിക്കൂർ സമയം എടുത്തിട്ടാണ് അവിടെ, അതായത് 8 മണിക്കൂർ യാത്ര ചെയ്യണം. എന്നാലേ അവിടെ ദില്ലിയിൽ നിന്നും അവിടെ എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അപ്പോൾ അടുത്ത ഭാഗത്തിൽ അവർ ട്രെയിനിൻ്റെ ഉള്ളിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവരുടെ ഫാമിലി ആണ്, അതിൻ്റെ കൂടെ ഒരു ആൾ എന്തോ വിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള കാര്യങ്ങളായിരിക്കും അടുത്ത ഭാഗം പറയുന്നത്. നോക്കാം. ദീദി ജമ്മു കി ഷാൾ ലേ ലോ, ബഹുത് ബടിയ ഹെ. ദീദി, അപ്പോൾ ദീദി നിൽക്കുക, ചേച്ചി. ജമ്മു കി ഷാൾ ലേ ലോ, ജമ്മുവിലെ ഷാള് വാങ്ങിക്കോളൂ. ബഹുത് ബടിയ ഹെ, വളരെ നല്ലതാണ്. അപ്പോൾ ഇവിടെ ഒരു വിൽപ്പനക്കാരി എന്താണ് വിൽക്കുന്നത്? ഷോൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്തെത്തി അവരോട് പറയാണ്, ചേച്ചി ജമ്മുവിലുള്ള ഷോളാണ്, നല്ലതാണ്, വാങ്ങിച്ചോളൂ. രംഗ് ബിരംഗി ഷാളോं का भारी ഖഡർ ഉഠായേ ഏക് സംവാലി സലോനി കജരാരി. രംഗ് ബിരംഗി എന്ന് പറഞ്ഞാൽ പല നിറത്തിലുള്ള, ഷാളോं का ഭാരി ഖഡർ ഉഠായേ, അതായത് പല നിറത്തിലുള്ള ഷാളുകളുടെ, ഭാരി ഖഡർ എന്ന് വെച്ചാൽ ഭാരമുള്ള ഒരു കെട്ട്, ഒരു ഭാണ്ഡക്കെട്ട് എന്നെല്ലാം പറയുന്നല്ലോ, ഒരു ഭാണ്ഡക്കെട്ട് എടുത്തിട്ട് ഉടായി എടുത്തിട്ട് ഒക്കെ എക്ക് സാവലി എന്ന് വെച്ചാൽ ഒരു ഇരുനിറമുള്ള സലോനി കജരാരി ആങ്കോം വാലി യുവതി, അതായത് ഇരുനിറമുള്ള സലോനി, മനോഹര സുന്ദരി, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സുന്ദരിയായിട്ടുള്ള കജരാരി ആങ്കോം വാലി, അതായത് കജരാരി ആങ്കോം വാലി എന്ന് വെച്ചാൽ കൺമശമൊക്കെ ഇട്ടിട്ടുള്ള ഒരു യുവതി. പത്നിക്കോ ഇസ്റാർ കർണയിലേക്ക്, ഭാര്യയോട്, അതായത് തൻ്റെ ഭാര്യയോട് എന്താണ്, ഈ ഷാള് വാങ്ങൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇസ്റാർ കർണയിലേക്ക് എന്ന് വെച്ചാൽ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എന്താണ്, പല നിറത്തിലുള്ള ഷാളുകളെല്ലാം കൊണ്ട് ഒരു യുവതി ട്രെയിനിൻ്റെ ഉള്ളിൽ വന്നു. അവർ ആ ഒരു ഭാരമുള്ള കെട്ടെടുത്തിട്ട് ഇവരുടെ അടുത്തേക്ക് വന്ന് നിന്നിട്ട് പറയാണ്. അപ്പോൾ അവരെങ്ങനെയുള്ള ആളായിരുന്നു? സാവലി സലോനി, ഇരുനിറമുള്ള മനോഹരമായിട്ടുള്ള, അതുപോലെ തന്നെ കജരാരി ആങ്കോം വാലി, കൺമശിയൊക്കെ ഇട്ട കണ്ണുകളായിട്ടുള്ള ഒരു യുവതി. ആ യുവതി വന്നിട്ട് ഭാര്യനോട് പറയാണ്, ഈ ഷാളുകൾ വാങ്ങാൻ ഭാര്യയെ നിർബന്ധിപ്പിക്കുകയാണ്. ഈ ആങ്കോം വാലി, അതായത് കണ്ണുകളിൽ എന്തിട്ടിട്ടുണ്ട്? കാജൽ, കൺമശി ഇട്ട കണ്ണുകളുള്ള ഒരു യുവതി. അപ്പോൾ അവരാണ് പത്നിയോട് പറയാണ്, ഈ ഷാള് വാങ്ങൂ എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, കിത്തനെ കീ ഹേ, എത്ര പൈസ ഇതിന്? അപ്പോൾ ഷാളിന് എത്ര പൈസയാണെന്ന് ചോദിക്കുന്നുണ്ട്. അടായി സൗക്കി, അടായി സൗ എന്ന് പറഞ്ഞാൽ, അടായി എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടര എന്ന് പറയുമ്പം അടായി സൗക്കി എന്ന് പറഞ്ഞാൽ 250 രൂപ.
അപ്പോൾ ഷാളിൻ്റെ വില എന്ന് പറയുന്നത് 250 രൂപയാണ്. ഇത്രയും മഹങ്കി എന്ന് വെച്ചാൽ ഇത്രയും അധികമോ? അതായത് ഒരു ഷാളിനെന്ന് പറയുന്നത് 250 രൂപ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ചോദിക്കുകയാണ് ഇത്രയും വിലയോ അല്ലെങ്കിൽ ഇത്രയും പൈസയോ? അപ്പോൾ പിന്നെ പറയാണ് ജ്യാദ പീസ് ലോഗി തോ കം കർ ദൂങ്കി. അതായത് ജ്യാദ കൂടുതൽ ഷാളുകൾ എടുത്താൽ ഞാൻ കം കർ ദൂങ്കി, ഞാൻ വില കുറച്ച് തരാം എന്ന ഈ യുവതി പറയുന്നു. മുझे ദുക്കാൻ ഗോൽനി ഹെ ക്യാ, മുझे ദുക്കാൻ ഗോൽനി ഹെ ക്യാ, ഞാനെന്താ ദുക്കാൻ കട തുറക്കാൻ പോകുന്നുണ്ടോ? അതായത് കുറേ ഷാളിൻ്റെ പീസ് എടുത്തിട്ട് ഞാനെന്താ കട തുറക്കാൻ പോകുന്നുണ്ടോ എന്ന് ആര് ചോദിക്കുന്നു? പത്നി ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളെ യുവതി പറയാണ് ലേലോന ബഹനോ ഓർ ബാബിയോ കെ ലിയേ. അതായത് ലേലോന ബഹനോ ഓർ ബാബിയോ കെ ലിയേ, അതായത് എടുക്ക്, എന്നിട്ട് എന്താക്ക് സഹോദരിക്കോ അല്ലെങ്കിൽ ബാബി എന്ന് വെച്ചാൽ സഹോദരൻ്റെ ഭാര്യ, ഏട്ടൻ്റെ ഭാര്യ, അങ്ങനെയുള്ള പറയുന്ന ആളെ അങ്ങനെ പറയാം. അപ്പോൾ സഹോദരിക്കോ ഏട്ടൻ്റെ ഭാര്യക്കോ ഒക്കെ കൊടുക്കാലോ. ആര് പറയാന്ന്? യുവതി നമ്മളെ പത്നിയോട് പറയുകയാണ്. मैंने पत्नी को इशारा किया तो उसने आगे तरेर कर मुझे चुप रहने का संकेत दिया. എന്താണ് മേനെ പത്നിക്കു ഇഷാര കിയ, ഞാൻ പത്നിയോട് ഒരു സൂചന കൊടുത്തു, അല്ലെങ്കിൽ ഇഷാര കിയ എന്നെല്ലാം പറഞ്ഞാൽ ഒരു വിരൽ ചൂണ്ടി എന്നെല്ലാം പറയുന്നൊരർത്ഥം. അതായത് പതി, അതായത് ഭർത്താവ് വിചാരിക്കുന്നുണ്ട് ഈ ഒരു യുവതി ഇങ്ങനെയുള്ള പറയുമ്പോൾ പത്നി ഇനി അത് മുഴുവൻ വാങ്ങിക്കുമോ എന്നുള്ളൊരു സംശയം വന്നിട്ടാവാം എന്താണ് ഭർത്താവ് ഒരു സൂചന കൊടുത്തു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിഗ്നൽ കൊടുത്തു എന്നെല്ലാം പറയുന്നത് പോലെ അത് വാങ്ങണ്ട മതി എന്നുള്ളൊരു രീതിക്ക് ആയിരിക്കാം അങ്ങനെ ഒരു സിഗ്നൽ കൊടുത്തു. ആ സമയത്ത് തോസ്നെ ആങ്കെ തരേർക്കർ മുझे ചുപ് രഹ്നെ കാ സംകേത് ദിയ. അപ്പോൾ അവളെന്ത് ചെയ്തു? പത്നി എന്ത് ചെയ്തു? ആങ്കെ തരേർക്കർ എന്ന് വെച്ചാൽ കണ്ണുരുട്ടുക, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് സംസാരിക്കുക. കണ്ണുരുട്ടിയിട്ട് പറയാണ് മുझे ചുപ് രഹ്നെ കാ സംകേത് ദിയ, എന്നോട് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതായത് പത്നിയുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ ആ ഒരു യുവതിയായിട്ട് എന്താണ് വിലപേശിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഭർത്താവ് ഒന്നൊക്കെ നിർത്താനോ അല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിക്കൊരു സൂചന കൊടുക്കുന്ന സമയത്ത് കണ്ണുരുട്ടിയിട്ട് എന്താണ് പതിനോട് മിണ്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ പറയുന്നു, അല്ലെങ്കിൽ പറഞ്ഞു. അപ്പോൾ ഇവിടെ മേനെ പത്നിക്കോ ഇഷാര കിയ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മേനെ എന്ന് പറയുന്നത് പതിയാണ്, അതായത് പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ്, വേറെ പേരുകളൊന്നുമില്ല. മേനെ, പത്നി എന്നിങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മേനെ എന്ന് പറയുന്നത് ഭർത്താവാണ്. ഭർത്താവിന് ഹിന്ദിയിൽ പറയാം പതി എന്നാണ്. പത്നി എന്നാൽ ഭാര്യ. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അടുത്ത് നോക്ക്, അച്ഛാ 5 പീസ് ലൂ തോ കിതനെ കോ ദോഗി. അതായത് എന്നാൽ ശരി, ഓക്കെ, 5 പീസ് ലൂ തോ, ഞാൻ 5 പീസ് എടുക്കാം. കിതനേക്ക് ദോഗി, നീ എത്ര പൈസയ്ക്ക് അത് തരും? അതായത് ഇവിടെ എന്താണ് ഒരു ബിസിനസ് തന്നെയാണ് നടക്കുന്നത്. ആ യുവതി പറഞ്ഞു കൂടുതൽ എടുത്താൽ എന്താണ് വില കുറച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വില പേശി അവസാനം നമ്മളെ പത്നി എന്ത് പറഞ്ഞാണ്? ഓക്കെ, 5 പീസ് ലൂത്തോ, ഞാൻ 5 പീസ് അല്ലെങ്കിൽ 5 ഷോൾ ഞാൻ വാങ്ങിക്കാം, അതിന് എത്ര രൂപയ്ക്ക് തരും? അപ്പോൾ നമ്മളെ യുവതി പറയാണ് 200 റുപ്യ പെർ പീസിൽ ലേന ദീദി. അതായത് 200 രൂപയ്ക്ക്, 200 റുപ്യ എന്നാണ് 200 രൂപയ്ക്ക് പെർ പീസ്, അതായത് ഒരു പീസിന് 200 രൂപ വീതം എന്ന രീതിക്ക് ഞാൻ തരാം. മുന്നേ പറഞ്ഞത് 250 രൂപയാണ്. അപ്പോൾ 5 പീസ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്താക്കി, 200 രൂപയ്ക്ക് തരാമെന്ന് ആ യുവതി പത്നിയോട് പറയുകയാണ്. അപ്പോൾ നമ്മളെ പത്നി പറയാണ് എന്നാന്ന് പറഞ്ഞാൽ പറ്റില്ല, അല്ലെങ്കിൽ അത് ശരിയാവില്ല. 100 റുപ്യ പെർ പീസ്, അതായത് 100 രൂപയ്ക്ക് ഒരു പീസ് തരണം. അതായത് 200 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ പത്നി പറയുകയാണ് അത് പറ്റില്ല, 5 എണ്ണം എടുക്കുന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് തരണം? 100 രൂപയ്ക്ക് ഒരു പീസ് തരണം. അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്? വിലപേശൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞു 250 രൂപയാണെന്ന് പറഞ്ഞു. അത് കൂടുതൽ പീസ് എടുക്കുകയാണെങ്കിൽ, കൂടുതൽ ഷോൾ എടുക്കുകയാണെങ്കിൽ വില കുറച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇതിലെ കഥാപാത്രം പത്നി പറയാണ് എന്നാൽ പിന്നെ 5 പീസ് ഞാൻ എടുക്കാം, എത്ര രൂപയ്ക്ക് അത് തരും? അപ്പോൾ പറഞ്ഞു 200 രൂപയ്ക്ക് തരാം. അത് നമ്മളെ പത്നി സമ്മതിക്കുന്നില്ല, പറയുകയാണ് 100 രൂപയ്ക്ക് തരുവാണെങ്കിൽ ഓക്കെ. അങ്ങനെ ഡീൽ ആണെങ്കിൽ
എന്ന രീതിക്ക് എത്തി നിൽക്കുന്നുണ്ട്. ദീദി സൗ തോ ബഹുത് കം ഹെ, ചേച്ചി സൗ തോ ബഹുത് കം ഹെ, അതായത് 100 രൂപ വളരെ ചെറുതാണ്, അല്ലെങ്കിൽ വളരെ കുറവാണ്. ചേച്ചി 100 രൂപ വളരെ കുറവല്ലേ, അല്ലെങ്കിൽ കുറവാണ്. അത് പറഞ്ഞതിന് ശേഷം കഹത്തെ ഹുയെ പറഞ്ഞിട്ട് ഉസ്കാ ഗല റൂദ് ഗയ ഓർ ഉസ്കി കച്രാരി ആങ്കെ പറായി, അതായത് 250 ഷാൾ 200 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എത്ര പറഞ്ഞു, 100 രൂപയ്ക്ക് തരാൻ പറ്റുമെന്ന് പറയുകയാണ്. അപ്പോൾ അത് പറയുന്ന സമയത്ത് യുവതി എന്ത് പറയുക, 100 രൂപ എന്ന് പറയുന്നത് വളരെ കുറവായി പോയില്ലേ, അതുകൊണ്ട് അത് വളരെ കുറവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് കരച്ചിൽ വരികയാണ്. ഗലാരൂദ് എന്ന് വെച്ചാൽ ഒരു കരച്ചിൽ വന്നു. ഓർ ഉസ്കി കജ്രാരി ആങ്കെ ബറായി, അതായത് പിന്നെന്താണ് കജ്രാരി, അതായത് കൺമശിയൊക്കെ ഇട്ട കണ്ണ്, ആങ്കെ ബറായി, അതായത് കണ്ണ് നിറഞ്ഞു. കൺമശിയൊക്കെ ഇട്ടിട്ടുള്ള കണ്ണെന്തായി, സങ്കടം കൊണ്ട് നിറഞ്ഞു. ചൽ ന തേരി ന മേരി 150 പെർ പീസ്. അപ്പോൾ പിന്നെ പറയാണ്, ഓക്കെ എന്നാൽ പിന്നെ നീ പറഞ്ഞതുമല്ല ഞാൻ പറഞ്ഞതുമല്ല, 150 രൂപ, 150 എന്ന് വെച്ചാൽ 150 രൂപ ഒരു പീസിന്, അതായത് ഒരു ഷാളിന് 150 രൂപ വെച്ചിട്ട് ഉറപ്പിക്കാം എന്ന് പറഞ്ഞു. അച്ഛാ ദീദി ടീക്ക് ഹെ, ഓക്കെ ചേച്ചി ശരി. ലോ രംഗ് പസന്ത് കർലോ, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം എടുത്തോളൂ. രംഗ് എന്ന് പറഞ്ഞാൽ നിറം, പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള എന്നൊരർത്ഥമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ നോക്കിയിട്ട് എടുത്തോളൂ എന്ന് പറയാണ്. കുച്ച് സോച്ചത്തെ ഹുയെ ഉസ്നെ കഹാ और गटर पत्नी के सामने सरका दिया. കുച്ച് സോച്ചത്തെ പറഞ്ഞാൽ കുറച്ച് ചിന്തിച്ചതിന് ശേഷം അവൾ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഒരു ഭാണ്ഡക്കെട്ട് ഭാര്യയുടെ മുന്നിലേക്ക് നീക്കി വെച്ച് കൊടുത്തു. പത്നിനെ 5 ഷാളെ അലഗ് കർലി ഓർ മേരി ഓർ ദേക്ക് റുപ്പിയെ ദേനെ കാ ഇഷാര കിയ, അതായത് ഭാര്യ 5 ഷാള് അതിൽ നിന്ന് അലഗ് കർലി എന്ന് പറഞ്ഞാൽ ആ ഒരു കെട്ടിൽ നിന്ന് 5 നിറത്തിലുള്ള 5 ഷോള് വേർതിരിച്ചെടുത്തു. എന്നിട്ട് മേരി ഓർ ദേക്ക്, അതായത് എൻ്റെ നേരെ നോക്കി. എന്തിനാണ്, റുപ്പിയെ ദേനേക്ക ഇഷാരക്കിയ, പൈസ കൊടുക്കാനുള്ളൊരു സൂചന നൽകിയെന്നാണ്. അതായത് ഇവിടെ മേരി എന്ന് പറയുന്നത് പതിനെയാണ്, ഭർത്താവിനെയാണ് പറയുന്നത്. അപ്പോൾ ഷോള് വേർതിരിച്ചെടുത്തതിന് ശേഷം ഭാര്യ ഭർത്താവിന് നേരെ നോക്കിയിട്ട് സൂചന കൊടുക്കണം, എന്താണ്, ഈ ഒരു 5 ഷാളിൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. मैनेजर 750 रुपये निकाल कर दे दिए, ഞാൻ പെട്ടെന്ന് തന്നെ എന്തായി 750 രൂപ എടുത്തിട്ട് കൊടുത്തു. ഇതൊക്കെ ആരാ പറയുന്നത്, ഭർത്താവ് പറയുകയാണ്. അതായത് 5 ഷോള് ആ ഒരു വിൽപ്പനക്കാരിയിൽ നിന്ന് ഭാര്യ സെലക്ട് ചെയ്തെടുത്തു. 5 കളറുള്ള ഷോള് സെലക്ട് ചെയ്തെടുത്തു. അപ്പോൾ ആ ഒരു ഷോളിൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടി ഭാര്യ ഭർത്താവിനെ നോക്കി. ആ സമയത്ത് അദ്ദേഹം 750 രൂപ എടുത്തിട്ട് കൊടുത്തു. उसके जाने के बाद रास्ते भर पत्नी की सुई इसी बात पर अटकी रही, അതായത് ഉസ്കെ ജാനയ്ക്ക് ബാദ്, അതായത് ഷോൾ വിൽക്കുന്ന ആ സ്ത്രീ പോയതിന് ശേഷം രാസ്തേ ബർ വഴി മുഴുവൻ, അതായത് അവർ പോകുന്ന സമയം മുഴുവൻ 8 മണിക്കൂർ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ആ 8 മണിക്കൂറും പിന്നീട് ഭാര്യയുടെ ശ്രദ്ധ, പത്നിക്ക് സുയി, ഭാര്യയുടെ ശ്രദ്ധ ഇസി ബാത്ത് പർ അട്ക്കി രഹി, ഈ ഒരു കാര്യത്തിലായിരുന്നു. അതായത് ഷാൾ വാങ്ങിച്ചൊരു കാര്യമായിരുന്നു, പിന്നീട് കാര്യത്തിലായിരുന്നു ഭാര്യയുടെ ശ്രദ്ധ മുഴുവൻ. പോകുന്ന വഴിയിലെല്ലാം ഇതുതന്നെയാണ് ഓർത്തിരിക്കുന്നത്. അതായത് ആ ഒരു ചിന്തയിൽ തന്നെ മുഴുകിയിരിക്കുകയാണ് ആര്, ഭാര്യ. എന്നിട്ട് എന്താ ആലോചിക്കുന്നത്, വോ എക് ബാർ മേ ഹി 150 മേ മാൻഗി, ഞാൻ ഒരു തവണ പറഞ്ഞപ്പോൾ തന്നെ അവൾ 150 രൂപയ്ക്ക് സമ്മതിച്ചു. ഗൽത്തി കി, തെറ്റായിപ്പോയി. തോടാ തോൽമോൽ ഓർ കർണ ചാഹിയേ താ, അതായത് ഒരു തവണ പറഞ്ഞപ്പോൾ തന്നെ 150 തന്നു, അത് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, ഒന്നുകൂടെ ഒന്ന് വില പേശിയിരുന്നെങ്കിൽ അത് എന്തായാലും 100 തന്നെ കിട്ടിയിരുന്നു. ആ ഒരു ചിന്തയിലാണ് ഇപ്പം ഭാര്യ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു കുറ്റബോധമാണ് ഇപ്പോഴും ഭാര്യ വഴി മുഴുവൻ ഓർത്ത്, ആ ഒരു ഹോഷിയാപൂർ എത്തുന്നത് വരെ ഭാര്യയുടെ മനസ്സിൽ ഈ ഒരു ചിന്ത തന്നെയായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് കുറച്ചുകൂടെ ഒന്ന് വില പേശിയില്ലെങ്കിൽ കുറച്ച് പൈസയ്ക്ക് എനിക്ക് ആ ഷാൾ കിട്ടുമായിരുന്നു എന്നുള്ളൊരു കുറ്റബോധം. ടീക്ക് ഓക്കെ. അതിനുശേഷം ഓർ മേരി സുയി അദീദ് മേജ അഡ്ക്കി തി,
അതായത് എൻ്റെ ശ്രദ്ധ ആരാണ് പറയുന്നത്, പതിയാണ് പറയുന്നത്. എൻ്റെ ശ്രദ്ധ ഇതൊന്നും ആയിരുന്നില്ല. എന്തായിരുന്നു? അതീത് മേ ജ അഡ്കി തീ. അതീത് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അതായത് പണ്ടത്തെ ഒരു കാര്യം ആലോചിച്ചിരിക്കുകയാണ് ആര്, പതി. അപ്പോൾ പണ്ടൊരു സംഭവം നടന്നിട്ടുണ്ട്, അതിനെ പറ്റിയുള്ള ആലോചന മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ബേട്ടി കോ ഗോദ് മേ ബിഠാ റെയിൽഗാഡി കി ഖിഡ്കി സെ ജാഗ്താ മേ സോച്ച് രഹാ താ. അതായത് ബേട്ടി കോ ഗോദ് മേ ബിഠാ എന്ന് പറഞ്ഞാൽ എൻ്റെ മകളെ മടിയിലിരുത്തിക്കൊണ്ട് റെയിൽഗാഡിക്ക് ഖിഡ്കി സെ ജാഗ്താ. അത് പറഞ്ഞാൽ റെയിൽഗാഡി എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ജനലിലൂടെ ജാഗ്താ എത്തി നോക്കിക്കൊണ്ട്, അതായത് ജനലിലൂടെ പുറത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് ഞാനങ്ങനെ സോച്ച് രഹാത്ത ഞാനങ്ങനെ ചിന്തിക്കുകയായിരുന്നു. എന്തായിരിക്കും ചിന്തിച്ചത്? മേരെ പിതാബി റെയിൽഗാഡി മേ സാമാൻ ബേച്ച് जब धक्के हारे घर आते तो उनकी आंखों में भी वही नमी थी जो आज उस युवती की आंखों में थी. അതായത് മേരെ പിതാബി റെയിൽഗാഡി മേ സാമാൻ ബേച്ച് ജബ്, അതായത് എന്താണ്, എൻ്റെ അച്ഛനും ട്രെയിനിൽ ഇത്തരം സാധനങ്ങൾ വിറ്റ് നടന്ന ഒരാളായിരുന്നു. അങ്ങനെ സാധനങ്ങളെല്ലാം വിറ്റ് ധക്കെ ഹാരെ ഘറാത്തെ ധക്കെ ഹാരെ എന്ന് വെച്ചാൽ ക്ഷീണിച്ച് അവശനായി വീട്ടിലെത്തുമ്പോൾ തോ ഉൻകി ആങ്കോ മേ ബി അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും വഹി നമീത്തി ആ ഒരു ആർദ്രത. നമി എന്ന് പറഞ്ഞാൽ ആർദ്രത. അപ്പോൾ അങ്ങനെ ക്ഷീണിച്ച് അവശനായി വീട്ടിലേക്ക് വരുമ്പോഴും അച്ഛൻ്റെ കണ്ണിലും ആ ഒരു ആർദ്രത ഉണ്ടായിരുന്നു. അതായത് ക്ഷീണിച്ച് അവശനായി വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കണ്ണുകളിൽ അത് കാണാമായിരുന്നു. അതേ ഒരു കാര്യം തന്നെയാണ് ജോ ആജ് ഉസ് യുവതിക്ക് ആങ്കോമേത്തി, ഈ ഒരു യുവതിയുടെ കണ്ണുകളിലും ഞാനിന്ന് കണ്ടത്. അതായത് അച്ഛൻ ട്രെയിനിൽ സാധനങ്ങൾ വിറ്റ് നടന്ന ഒരാളായിരുന്നു. അപ്പോൾ വീട്ടിലെത്തുന്ന സമയത്ത് ക്ഷീണിച്ച് അവശനായിട്ട് വീട്ടിലെത്തുന്ന സമയത്ത് അച്ഛൻ്റെ കണ്ണുകളിൽ കണ്ട അതേ ഒരു അവശത തന്നെയാണ് ഇന്ന് ആ യുവതിയുടെ കണ്ണുകളിലും ഞാൻ കണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രെയിനിൽ വിൽക്കാൻ വന്ന ആ സ്ത്രീയെ കണ്ടപ്പോൾ നമ്മുടെ ഈ കഥയിലെ കഥാനായകനായ ഭർത്താവിന് ആരെ ഓർമ്മ വന്നു? അദ്ദേഹത്തിൻ്റെ അച്ഛനെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ട്രെയിനിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു നമ്മളെ ഖിഡ്കി എന്ന് പറഞ്ഞ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. സിമ്പിളാണ്. അപ്പോൾ കഥാപാത്രങ്ങളെ ഓർത്ത് വെക്കുക, പതി, പത്നി ഓർ യുവതി. പിന്നെ മേനെ എന്ന് പറയുന്നത് ഇവിടെ പതിനെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇത് സിമ്പിളാണെങ്കിലും ചെറുതാണെങ്കിലും നമുക്ക് കഥയായതുകൊണ്ട് തന്നെ വാർത്താലാപ്, ഡയറി, കത്ത് ഇത്തരം ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.